നോക്കൂ, ഇരുഭാഗങ്ങളിലുമായി അയ്യന്തോൾ ദേശത്തെ വരവേൽക്കുന്നതിനായി ദേശക്കാരെല്ലാവരും ഇവിടെ ദേശഭാഷ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ആഘോഷമാക്കുകയാണ്. 9 ദേശങ്ങൾ, 9 പുലിമടകൾ. ആ പുലികളെല്ലാം ചേർന്ന് ഈ സായാഹ്ന സൂര്യൻ ഇങ്ങനെ വന്ന് താണുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ പുലിക്കൂട്ടങ്ങളും പുലിമട വിട്ടിറങ്ങി ഈ സ്വരാജ് റൗണ്ട് ആകെ കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടം. ഇതാണ് തൃശ്ശൂരിന്റെ ഒരു ആവേശം. ഇതാണ് നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആവേശം കാണണം, അത് കണ്ടറിയണം. ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ആവേശം മുഴുവൻ നമ്മൾ പ്രേക്ഷകരിലേക്ക് വിവിധ ക്യാമറകളിലൂടെ ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ, നമ്മുടെ റിപ്പോർട്ടർ, വാർത്താ സംഘം ഒപ്പിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ദാ വരുന്നു അയ്യന്തോൾ ദേശം. അയ്യന്തോൾ ദേശം ഇതാ ഇവിടെ ഇങ്ങോട്ട് നടുവിലാലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദീപക് വലേമ, ഞങ്ങളെ കാണുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഇവിടുന്ന് പുലികളൊക്കെ ചോദിക്കുന്നുണ്ട് സുജയ എവിടെയാണ് ഉള്ളതെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്പം കൂടി കടന്നു പോയി കഴിഞ്ഞാൽ സുജയെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ അയ്യന്തോൾ സംഘം ഇപ്പോൾ വളരെ അച്ചടക്കത്തോടു കൂടി, ഈ അച്ചടക്കം ഈ മത്സരത്തെ സംബന്ധിച്ച് ഏറ്റവും വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ അച്ചടക്കം പാലിച്ച ജഡ്ജസിന്റെ മുൻപിൽ കൃത്യമായ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്ന ഒരു ബാക്ക് ഷോട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് MG റോഡിൽ നിന്ന് വരുന്നുണ്ട്. ഒപ്പം തന്നെ സുജയ നേരത്തെ എന്നോട് ചോദിച്ചു പിറകിൽ കാണുന്നത് എന്താ ഗരുഡനാണോ എന്ന്. അത് ഗരുഡനല്ല, മറിച്ച് ഒരു സർപ്രൈസായി ഇവിടെ എത്തിയിരിക്കുന്ന മനുഷ്യർക്കെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലോയാണ്. ആ ടാബ്ലോ നമുക്ക് ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ആ ഒരു കാഴ്ച കുറച്ചുകൂടി വെയിൽ താണു കഴിഞ്ഞാലാണ് അതിന് ഏറ്റവും നല്ല സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ ഇത്രമാത്രം കാണിച്ച് അവസാനിപ്പിക്കുന്നു. തിരിച്ച് ഈ പുലികളിലേക്ക് കൂടി തന്നെ നമുക്ക് വരേണ്ടതുണ്ട്. കാരണം അത്രയധികം എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ പുലിവേഷം കെട്ടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ എടുക്കുന്ന എഫേർട്ട്, ആ എഫേർട്ടിന്റെ ഭാഗമായി ഇത്തരത്തിൽ പുലിവേഷത്തിലേക്ക് പൂർണ്ണമായും എത്തിയിരിക്കുന്നു. ആ പുലിവേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി വേണ്ടത് ഇത് ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് അവതരിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രാവീണ്യം ഇവർ ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പൊ ഏറ്റവും മുന്നിൽ നമുക്ക് കാണാം കരിമ്പുലി അവിടെ നിന്ന് മീനാണോ എന്താണ് അത് വരുന്നത്? ദൂരെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. കൂടെ വരുന്നത് എന്താണ്? പുലിയാണോ അതോ മീനാണോ? ഒരു ചിറകൊക്കെ കാണുന്നുണ്ട്. അതൊരു മീനാണ്. അത് വെറും ചെറിയ മീനല്ല, വലിയ മീനാണ് എന്നുള്ളതാണ്. ആ മീനിന്റെ കാഴ്ച അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ക്രമീകരിച്ചിട്ടുണ്ട്. ആ വെളിച്ച വിധാനങ്ങൾ കൂടി വരേണ്ടതുണ്ട്. അങ്ങനെ കണ്ടാൽ അതെ, അങ്ങനെ പറയേണ്ടി വരും. അതൊരു പുലിമീനാണ്. അതിൻ്റെ മുഖത്തിന് ഏതാണ്ട് ആ പുലിയുടെ രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം സജ്ജീകരിച്ചതാണ്. ഇങ്ങനെ നിരവധിയായ ടാബ്ലോകൾ ഇതിന് പിന്നണിയിൽ വരാനുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം തന്നെ ഓരോ വിധത്തിലുള്ള സർപ്രൈസുകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ഇപ്പോൾ അല്പം മുൻപ് നമ്മൾ കളക്ടറേറ്റ് പരിസരത്ത് നിന്ന്, അതായത് അയ്യന്തോൾ ദേശം വരുന്ന ഘട്ടത്തിൽ തന്നെ അതിന് പിറകെ വരുന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും റോഡ് പൂർണ്ണമായും നിൽക്കുന്ന രീതിയിൽ, അത്രയും വലിയ രീതിയിലാണ് അവർ ഓരോ ടാബ്ലോയും സജ്ജീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ കുറേ ദിവസത്തെ അധ്വാനമാണ്. അതിപ്പോൾ ആളുകൾക്ക്, ആസ്വാദകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഇവിടേക്ക് എത്തിക്കുന്നത് തന്നെ വളരെ ശ്രമകരമായ ജോലിയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഏതാണ്ട് 2 നൂറ്റാണ്ട് കാലത്തോളം പഴക്കമുണ്ടായി പുലിക്കളി എന്ന് പറയുന്നതിന്. ആ പുലിക്കളി എന്ന് പറയുന്ന ഒരു മഹോത്സവമായി കൊണ്ടാടുന്നതിന് അതിന് പല ഘട്ടങ്ങളിലും പല രീതിയിലുള്ള ഐതിഹ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പോലും പിന്നീട് കാലക്രമേണ അത് മലയാളികൾ ഏറ്റെടുക്കുകയും പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ ഓരോ ദേശം എന്ന കണക്കിന് ഏറ്റെടുക്കുകയും അത് ഓണത്തിൻ്റെ 4ാം ഓണത്തിൻ്റെ ദിനത്തിൽ അവസാന സമയത്തേക്ക്, അതായത് വൈകിട്ടത്തേക്ക് ഒരു പുലിക്കളി മഹോത്സവം എന്ന കണക്കിന് കൊണ്ടാടുകയും ചെയ്തതിൽ അതോടുകൂടി നമ്മുടെ ഓണാഘോഷത്തിന് പരിസമാപ്തി എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാടായി വെക്കുകയും ചെയ്തത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പല വിധത്തിൽ കളികളുണ്ട്. അതിലൊന്ന് കുമ്മാട്ടിയുണ്ട്, പുലിക്കളിയുണ്ട്, അവരുടെ പൂരമാഘോഷമുണ്ട്. അങ്ങനെ ഓരോന്നും ആഘോഷമാക്കുന്ന മനുഷ്യരാണ് തൃശ്ശൂരിലുള്ളവർ. അവരെ സംബന്ധിച്ച് ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ താളമാണ്, ഹൃദയ താളമായി മാറിയിട്ടുള്ളവരാണ് ഈ മനുഷ്യരോട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഇതിനി എങ്ങനെ മായ്ച്ചു കളയും എന്നുള്ളതായിരുന്നു. അതിലവർ പറയുന്നത് മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ദേഹത്ത് വരച്ചിരിക്കുന്ന വേഷങ്ങളൊക്കെ മായ്ക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു മുൻപ് ആ ഫലപ്രാപ്തിയിലേക്ക് അവർ ആഗ്രഹിക്കുന്ന ആ ചുവടുക താളത്തിനൊപ്പം തന്നെ വെച്ച് മുന്നേറാൻ കഴിയണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് അവർ ഓരോരുത്തരും പങ്കുവെച്ചുകൊണ്ടേ ഇരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ സമയം അല്പം വൈകിയിരിക്കും പോലും നമ്മുടെ ഒരു പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ പുലി ഇതാ എന്റെ അടുത്ത് വന്നു. ദീപക, ഞാനൊന്ന് ഇടപെടുകയാണ്. പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ പുലി ഇതാ എന്റെ കൂടെ വന്ന് നടുവിലാലിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അർജുൻ കല്യാട് പുലി. കണ്ണൂരിൽ നിന്ന് നമ്മൾ പാട്ടുരായ്ക്കലേക്ക് വിട്ടു, പാട്ടുരായ്ക്കലിൽ നിന്ന് നടുവിലാലെത്തി. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അടിപൊളി, ഗംഭീരം, ഗഡ്ഡിയെ നമ്മൾ പൊളിച്ചു. അതാണ്. അപ്പൊ കൂടുതൽ പൊളി വരുന്നു. പൊപ്പൊളിയായിരിക്കും ഇനി.